തൃശൂർ ചൊക്കനയിൽ കാട്ടാന ഇറങ്ങി. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിനടുത്താണ് കാട്ടാന എത്തിയത്. 7 മണിയോടെ എത്തിയ കാട്ടാന ഇപ്പോഴും തുടരുകയാണ് അവിടെ. ഇതിന്റെ ദുരവസ്ഥ 24 വിവരിക്കുകയാണ് പ്രദേശത്തെ കുട്ടികൾ. 7 മണിക്ക് വന്ന ആനയാണ്. എനിക്ക് അനിയത്തി അമ്മയുണ്ട്. അവര് പേടിച്ചിട്ട് ഇതുവരെയായിട്ടും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഇനി ഞങ്ങൾ എങ്ങനെ ജീവിക്കുക, എങ്ങനെ നേരം വെളുപ്പിക്കും? സൂരജ് സജിയുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, വിവരങ്ങൾ. ഉന്മേഷ്, കഴിഞ്ഞ ഒരു മാസമായി തൃശ്ശൂരിലെ ഈ ചൊക്കനയിൽ ഈ കാട്ടാന ഇറങ്ങുന്നത് പതിവാണ്. രാത്രിയായി കഴിഞ്ഞാൽ കാട്ടാന ഈ തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിനരികിലേക്ക് എത്തും. ചൊക്കന ഗ്രൗണ്ടിനോട് ചേർന്ന തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിന് അടുത്ത് ആന എത്തിയതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവിടെയുള്ള പ്രദേശവാസിയായിട്ടുള്ള കുട്ടിയാണ് ഈ കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് വീഡിയോ നമുക്ക് തന്നത്. അതായത് ഇവർ പറയുന്നത് ഈ രാത്രികാലങ്ങളിൽ ആന ഇവരുടെ ലയത്തിനടുത്തെത്തി വലിയ രീതിയിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു മാസമായിട്ടും ഇതിനകത്തൊരു ഇടപെടൽ ഉണ്ടാകുന്നില്ല. അതോടുകൂടി ഈ രാത്രികാലങ്ങളിൽ ഇവർക്ക് പ്രാഥമിക കാര്യങ്ങൾ നിറവേറ്റാൻ പോലും പുറത്തേക്കിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണെന്നാണ് പറയുന്നത്. 2 മുറി മാത്രമുള്ള ലയങ്ങളാണ്. ഈ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ പോലും വീടിന് പുറത്തിറങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട്. ഭക്ഷണം കഴിച്ചൊന്ന് കൈ കഴുകാൻ പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത അത്രയും ദുരവസ്ഥയിലാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇന്ന് വൈകുന്നേരം 7 മണിയോടുകൂടി എത്തിയ കാട്ടാനയാണ്. അതിപ്പോഴും ഈ കുട്ടികൾ താമസിക്കുന്ന ലയത്തിനരികിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നു. ഈ നമ്മളോട് സംസാരിച്ച കുട്ടിക്ക് ഒരു അനിയത്തിയുണ്ട്. ആ അനിയത്തി ഈ ആനയെ കണ്ടതിന് ശേഷം അമ്മയെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്, അമ്മയെ മുറുക്കി പിടിച്ച് ഇരിക്കുകയാണ്. എല്ലാ ദിവസവും ഈ ആന വന്നു കഴിഞ്ഞാൽ ഇതാണ് ആ കുട്ടി ഭയപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ആനയെ തുരത്താൻ ഒരു ഇടപെടൽ വേണമെന്നാണ് ഇവരുടെ ആവശ്യം. ഉന്മേഷ്.